നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിന് കീഴിലുള്ള ടൂറിസം വകുപ്പിന്റെ എറണാകുളം ജില്ലയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റ് 7 വരെ അപേക്ഷിക്കാൻ കഴിയും. വിവിധ തസ്തികകളിലായിട്ട് ഏകദേശം 34ഓളം ഒഴിവുകളാണുള്ളത്. ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമായിരിക്കും. അപ്പൊ ഇതേക്കുറിച്ച് ഇതിലേക്ക് 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എലിജിബിൾ ഉള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ കൊടുത്താൽ അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കുക. ഇതിലേക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിന്ന് ടൂറിസത്തിന്റെ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ജോയിന്റ് ഡയറക്ടർ പേര് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം അയച്ചു കൊടുക്കണം. എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. തപാലിലാണ് അപേക്ഷിക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് എടുക്കണം എന്ന കാര്യം ഓർമ്മിക്കുക. ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള കരാർ നിയമനമാണ്. ഒരു വർഷത്തേക്കായിരിക്കും നിയമനം. അതായത് ടൂറിസം വകുപ്പിന്റെ എറണാകുളം മേഖലാ കാര്യാലയത്തിന് കീഴിൽ വരുന്ന വിവിധ ഗസ്റ്റ് ഹൗസുകളെ, യാത്ര നിവാസികളെ, ഇക്കോ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലേക്കായിരിക്കും ഒഴിവുകൾ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഒരു വർഷത്തേക്കായിരിക്കും. വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വെയിറ്റർമാരുടെ 4 ഒഴിവുകളുണ്ട്. ഫുഡ് ആൻഡ് ബീവറേജ് സ്റ്റാഫ് 5 ഒഴിവ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 11 ഒഴിവുകൾ, റിസപ്ഷനിസ്റ്റ് 3, കുക്ക് 3, അസിസ്റ്റന്റ് കുക്ക് 2, കിച്ചൺ മേറ്റ് 6, അങ്ങനെ 34 ഒഴിവുകളാണുള്ളത്. ഇതിലേക്കുള്ള കരാറടിസ്ഥാന താൽക്കാലിക നിയമനമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോന്നിന്റെ യോഗ്യതയും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വെയിറ്റേഴ്സ് ആൻഡ് ഫുഡ് ബീവറേജ് സ്റ്റാഫിന് വേണ്ട യോഗ്യത +2 അല്ലെങ്കിൽ പ്രീ പാസ് ആവരായിരിക്കണം. അതുപോലെ കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു വർഷത്തെ ഫുഡ് ആൻഡ് ബീവറേജസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായവരായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജിയിലുള്ള ഫുഡ് ആൻഡ് ബീവറേജ് സർവീസിലുള്ള ഒരു വർഷ ഡിപ്ലോമ പാസ്സായവരായിരിക്കണം. അതോടൊപ്പം 2 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ അതിന് മുകളിലുള്ള ഹോട്ടലുകളിൽ വെയിറ്റർ അല്ലെങ്കിൽ ബട്ട്ലർ ആയിട്ട് പ്രവർത്തിച്ച 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോസ്റ്റ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ്. വേണ്ട യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ്. അതുപോലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജിയുള്ള ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അല്ലെ 2 സ്റ്റാർ അല്ലെങ്കിൽ മുകളിലുള്ള ഹോട്ടലുകളിലെ 6 മാസത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോസ്റ്റ് റിസപ്ഷനിസ്റ്റ് ആണ്. വേണ്ട യോഗ്യത പ്രീ ഡിഗ്രി +2 ആണ്. അതോടൊപ്പം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ 2 സ്റ്റാർ അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഹോട്ടലുകളിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ച് 2 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം. നാലാമത്തെ പോസ്റ്റ് കുക്കാണ്. കുക്കിന് വേണ്ട 10ാം ക്ലാസ് ആണ് യോഗ്യത. അതുപോലെ അതോടൊപ്പം കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജിയിലുള്ള കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനുള്ള ഒരു വർഷത്തെ ഡിപ്ലോമ പാസ്സായിരിക്കണം. 2 സ്റ്റാർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഹോട്ടലിലുള്ള കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായിട്ട് 2 വർഷത്തെ പ്രതിപരിചയം കൂടി ഉണ്ടായിരിക്കണം. അടുത്ത അസിസ്റ്റന്റ് കുക്കാണ്. 10ാം ക്ലാസ് വേണ്ടി യോഗ്യത. അതോടൊപ്പം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫുഡ് പ്രൊഡക്ഷനിലുള്ള ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ള ഹോട്ടലിലുള്ള കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായിട്ട് 1 വർഷത്തെ പ്രതിപരിചയം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത കിച്ചൺ മേറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയാണ് വേണ്ട യോഗ്യത. അതിനുവേണ്ടി യോഗ്യത ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2 വർഷം 2 സ്റ്റാർ അല്ലെങ്കിൽ മുകളിലോട്ടുള്ള ഹോട്ടലിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഈ പോസ്റ്റുകളിലേക്കൊക്കെ 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. റിസർവേഷൻ ഉള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഉയർന്ന പ്രായപരിധിളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിലായിരിക്കും താൽക്കാലിക നിയമനമായിരിക്കും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക. കരാറടിസ്ഥാനത്തിലുള്ളതാണെന്ന കാര്യം അത് സർക്കാരിന്റെ അനുമതിയുടെ വിധേയമായിട്ടായിരിക്കും. അതേപോലെ ഇതിലേക്ക് പരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ https://www.kerala-tourism.gov.in എന്നുള്ള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ https://www.kerala-tourism.org എന്ന ഈ 2 ഇതിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്നും നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത ശേഷം ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, 1st ഫ്ലോർ, ബോട്ട് ജെട്ടി കോംപ്ലക്സ്, എറണാകുളം 682011 എന്ന അഡ്രസ് വേണം അയച്ചു കൊടുക്കാനായിട്ടുള്ളത്. അപ്പൊ അയക്കുന്ന കൂട്ടത്തിലെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയം, എക്സ്പീരിയൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കോപ്പികൾ കൂടി നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ അതിലേക്ക് റിട്ടേൺ ടെസ്റ്റോ സ്കിൽ ടെസ്റ്റോ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തം ചെലവിൽ ഹാജരാകണമെന്നും പറഞ്ഞിട്ടുണ്ട്. നിയമനം സംബന്ധിച്ച് ടൂറിസം ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 7 വൈകുന്നേരം 4 മണി വരെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫോമിന്റെ കോപ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും എടുക്കാം എന്ന കാര്യം. അതിൽ ആപ്ലിക്കേഷൻ നമ്മുടെ പാസ്പോർട്ട്
പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ അഫിക്സ് ചെയ്യണം. അതിനുശേഷം ഡിക്ലറേഷൻ ഒക്കെ സൈൻ ചെയ്തതിനു ശേഷം വേണം അപേക്ഷിക്കാൻ. കോപ്പിയുടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാനും പറ്റും. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.